ഷിബുടോ എവിടെയാണത് ഇത്ര നാളെ? നീ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? നിന്റെ കയ്യിലിരിപ്പ് അനുസരിച്ച് നിന്റെ സ്വഭാവം അനുസരിച്ച് ഇതിനു മുമ്പ് നാട്ടുകാർ നിന്നെ ഒന്ന് റെഡി ആക്കിയിരിക്കുന്ന ഞാൻ കരുതി. പിന്നെ എന്തുണ്ട്? എന്തുണ്ടാവാൻ, നിനക്കൊക്കെയല്ലേ ജീവിതം നാട്ടുകാരെ പറ്റിച്ച് ഇങ്ങനെ ജീവിക്കുന്നത്. എന്റെ പൊന്ന് ഷിബു, ഈ ജ്യോതിഷം എന്ന് പറഞ്ഞൊരു സത്യമുള്ള ശാസ്ത്രമാണ്. എന്റെ പുറത്ത് കുറെ വ്യാജന്മാരിറങ്ങിയിട്ട് ഉള്ള ഒറിജിനൽ ജ്യോത്സ്യന്മാർക്ക് വരെ വിലയില്ലാണ്ടായിപ്പോ. ചൈനയുടെ ആരാധകനാ. അപ്പോ എന്തിനും ഒരു ഡ്യൂപ്ലിക്കേറ്റ് വേണ്ടേ? അങ്ങനെ ആയിക്കോട്ടെ. അല്ല വൈകുന്നേരം ആരെ പറ്റിക്കാനുള്ള പരിപാടിയാ? എല്ലാ സാധനം ഉണ്ടല്ലോ കയ്യില്. നമ്മുടെ ബാങ്കിലെ രവിയില്ലേ, ബാങ്കിലെ രവിയുടെ ഭാര്യയെ പിന്നെ ഞാൻ ചന്തക്കടുത്ത് വെച്ച് കണ്ടു. അപ്പൊ അവിടെ വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്റെ സ്വഭാവം അറിയാമല്ലോ, ഞാനത് കൊട്ടേഷൻ അങ്ങ് ഏറ്റെടുത്തു. ഞാൻ പറഞ്ഞു ഉടനെ വന്ന് വേണ്ടത് ചെയ്ത് എല്ലാം തരപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞു. പിന്നെ ബാങ്ക് ഉദ്യോഗസ്ഥന്റെ വീടല്ലേ, അല്ല പുത്തൻ ഗാന്ധി കിട്ടും. രവിയുടെ വീട്ടിൽ നിന്ന് എന്റെ പൊന്നളിയാ, ഒരു ലോണിന് വേണ്ടി ഒരാഴ്ച ഞാൻ അയാളുടെ പുറകെ നടന്നതാ. അയാളെ മൈൻഡ് പോലും ചെയ്തില്ല എന്നെ. നിന്റെ സ്വഭാവം അറിയാം. നീയേ മുമ്പെങ്ങാനും അവിടെ നിന്ന് ലോൺ എടുത്തിട്ടുണ്ടാവും. ലോൺ എടുത്തു കഴിഞ്ഞാൽ തിരിച്ചടയ്ക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു രീതി. ആ രീതികളൊന്നും ഇല്ലല്ലോ. നീ ആ ബാങ്കിന്റെ മുന്നേ കൂടെ വല്ലപ്പോഴും കൂടെ നടന്നെങ്കിലും പോയിട്ടുണ്ടോടാ? എന്ന് വെച്ചാ അളിയാ, നമ്മൾക്ക് ഒരു നാട്ടുകാരല്ലേ. ഞാൻ അയാളെ കയ്യിൽ കാശ് എടുത്തു തരാനൊന്നുമല്ലോ പറഞ്ഞത്, ബാങ്കിന്റെ കാശല്ലേ. അളിയാ, നീ എനിക്കൊരു ചെറിയ ഉപകാരം ചെയ്യാമോ? എന്തോ എന്തായാലും നീ ഒരു കളയോത്സവം പറ്റിക്കാനാണ് അങ്ങോട്ട് പോണത്. നിനക്കൊരു ദിവസം ആ രവി ഒന്ന് ടെൻഷൻ അടിപ്പിക്കാൻ പറ്റും. അതിന് ചെലവുണ്ട്. 1000 രൂപ. 1000 രൂപ എന്നോട് തന്നെ വേണം എന്റെ ഷിബു നിന്റെ ഈ ഉടായ്പ്. ഇത് അതിനൊക്കെ കുറെ സീരിയസ് ആയിട്ട് ചെലവുള്ള കാര്യങ്ങളാണ്. സമ്മതിക്കണം. ഒരു 500 കൊണ്ട് തിന്ന്. പക്ഷെ ലോണ് കിട്ടാത്തതിന്റെ പേരിൽ ഞാൻ അനുഭവിച്ച ടെൻഷന്റെ ഒരു 3 ഇരട്ടിയെങ്കിലും രവി അനുഭവിക്കണം. അക്കാര്യം അളിയാൻ എനിക്ക് വാക്ക് തരണം. 3 ഇരട്ടിയല്ല, 30 ഇരട്ടി. അവനും അവന്റെ കുടുംബവും ടെൻഷൻ അടിച്ച് നിന്നെ എനിക്ക് വിശ്വാസമാടാ. ബാക്കി 500 രൂപ തരണം. അളിയാ, പണ്ട് നിന്നെ തല്ലിയ സീത ടീച്ചറുടെ ടിഫിൻ ബോക്സിൽ ഞാൻ നിനക്ക് വേണ്ടി വിം കലക്കിയത് നീ മറക്കരുതേ. അതുകൊണ്ടാ ഇത് ചെയ്യുന്നത്. 500 കാര്യം മറക്കണ്ട. ഒരു മാറ്റമില്ലല്ലോ ദൈവമേ. रौद्रभावेलु शनि दशासा भयजास्ति शुक्रमानसा स्वर्णपीठमी पृष्टि सूक्षिदी. മനസ്സിലായോ? ചോദിക്കേ. അതായത് രൗദ്രഭാവേലു ശനി ദശാസ എന്ന് വെച്ചാല് ശനി ദശ രൗദ്രഭാവത്തിൽ ഈ വീടിന്റെ ഒഴിവുകളിൽ കറങ്ങുക. രൗദ്രഭാവത്തിൽ. അതിനിടയ്ക്ക് ശുക്രൻ എന്താ? ശുക്രൻ ഭയജാസ്തി ഭയജാസ്തി ശുക്ര മാളസ. അതായത് ഭയം കൂടുതൽ കൊണ്ട് ഈ ശനിയെ പേടിച്ച് ശുക്രൻ മാളത്തിൽ ഒളിച്ചിരിക്കുന്നു. ഇവിടെ ഈ വീട്ടിലെ മാളത്തിലല്ല, വീട്ടിൽ ഒളിച്ചിരിക്കുന്നു. പിന്നെ സ്വർണപീഠമീ പ്രഷ്ടി സൂക്ഷിതി. മനസ്സിലായി. സ്വർണപീഠമീ പ്രഷ്ടി സൂക്ഷിതി എന്ന് വെച്ചാൽ സ്വർണപീഠത്തിൽ ഇരുന്നാലും സൂക്ഷിച്ചിരിക്കണം. ഇരിക്കുന്ന കൊമ്പ് മുറിഞ്ഞു പോകുന്ന കാലമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഈ ഗ്രഹത്തിൽ. ജോത്സരെ ഒന്ന് തെളിച്ചു പറഞ്ഞു തരൂ, എന്തോന്നാണ് പ്രശ്നം? ഞാൻ ഇന്ന് ഇവിടെ വന്നത് നന്നായി. എന്താ? ഞാൻ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ, കുട്ടി ചോദിച്ചില്ല എങ്കിൽ
ഇവിടെ ഒരു മരണം ഇന്ന് രാത്രി 12 മണിക്ക് മുമ്പ് നടന്നു. അയ്യോ അയ്യോ ഭഗവാനെ, മരണോ? മരണോ? നമുക്ക് ആർക്കും അസുഖമൊന്നുമില്ല. രവിയേട്ടാ, അച്ഛാ, എന്തോന്ന് നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ഇങ്ങനെ നോക്കണേ? നിങ്ങളുടെ നോട്ടം കണ്ടു കഴിഞ്ഞാ ഞാനാണ് മരിക്കാൻ പോണെന്ന് തോന്നുന്നു. അയ്യോ ഗ്രഹനാഥനാകാം, ഏ ഗ്രഹനായികയാകാം, അയ്യോ മരി. കുഞ്ഞുങ്ങളുമാകാം. പണി. അയ്യോ ഇന്ന് രാത്രി 12 മണിക്ക് അത് സംഭവിക്കും. ജോത്സരെ, പ്രതിവിധിയൊന്നും ഇല്ലേ തടയാൻ? ഉണ്ട് ഉണ്ട്, എല്ലാത്തിനും പ്രതിവിധി ഉണ്ട്. 7 ദിവസം ഇടുപ്പോളം വെള്ളത്തിൽ നിന്ന് ഞാൻ പൂജിച്ചെടുത്ത കിഴി കൊണ്ടുവന്നിട്ടുണ്ട്. അത് നിങ്ങൾ കൊണ്ടുപോയി ഭദ്രമായി നിലത്ത് വയ്ക്കാതെ സൂക്ഷിക്കണം. നിലത്ത് വെക്കാതെ സൂക്ഷിക്കണം എന്ന് വെച്ചാൽ പിന്നെ അതിന് ഒരു 5000 രൂപയുടെ ചെലവാണ്. 5000? പണി. എന്തോന്ന് രവിയേട്ടോട് മരിക്കാൻ പോകുമ്പോഴാണ് 5000 രൂപ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. പിശുക്കൊക്കെ മാറ്റി പോയി, ജീവൻ വേണ്ടേ ആദ്യം. എന്തെങ്കിലും ചെയ്യ് രവിയേട്ടാ, മരിക്കാൻ വയ്യ. അത് തരണം, 5000 രൂപ തരാം. എടുക്കാലോ. മക്കളെ അത് വാങ്ങിക്കോ. ജോത്സരെന്ന് പ്രാർത്ഥിച്ചോണ്ട് വാങ്ങിക്കണേ. ആരാ വാങ്ങുന്നേ? മകൾ മോള് 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 വാങ്ങിച്ചോ, മോളെ വാങ്ങിച്ചോ. എനിക്ക് എന്നെ എല്ലാം പണി. നിലത്ത് വെക്കല്ലേ. ജോത്സരെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? ചോദിക്കാം. എന്റെ കല്യാണം നടക്കാൻ വല്ല സാധ്യതയുണ്ടോ? ഒന്ന് നോക്കൂ പ്ലീസ് പ്ലീസ്. കല്യാണം അല്ലേ? ഇതിന്റെ ഇടയിൽ തന്നെ വേണോ? മരണത്തിന്റെ ഇടയിൽ? മനുഷ്യൻ ജീവിച്ചിരിക്കുമെന്ന് പറഞ്ഞു അപ്പോഴാണ് അവളെ കല്യാണം. നടക്കും നടക്കൂ? നടക്കും. അയ്യോ, ഉടനെ നടക്കും. അപ്പൊ മരിക്കാൻ പോണത് ഞാനല്ല. ആ പിന്നെ വിവാഹം സ്വർഗത്തിലും നടത്താം. എനിക്ക് അവിടെ വേണ്ട. അതെ. ഒന്ന് മിണ്ടാതിരിയടി, മരിക്കാൻ പോകുമ്പോഴാണ് നിന്റെ ഒരു കല്യാണം. മക്കളെ പേടിക്കാതെ, മന്ത്രിച്ച കിഴി തന്നിട്ടുണ്ടല്ലോ, അപ്പൊ ഒന്നും സംഭവിക്കില്ല അല്ലേ ജോത്സരെ? അതിന് ഒരു പരിധി വരെ. ആ അത്രേ ഉള്ളൂ. അല്ല, അതിന് മേലെയും ഉണ്ട് കാര്യങ്ങൾ. ഒരു പരിധി വരെ അത് പിടിച്ചു നിർത്തും എന്ന് പറഞ്ഞിട്ട് നോമിറങ്ങുന്നു. ഭാഗ്യം ഉണ്ടെങ്കിൽ നാളെ എന്താ അങ്ങനെ പറയണേ? നാളെ കാണണം, കണ്ടേ പറ്റൂ. കാണാം. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം ഉരുളയ്ക്കു പേര്.